ഹലോ. നീ ഇന്നലെ ഓൺലൈനിൽ എന്തായിരുന്നു പരിപാടി? ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്ന് റീഡ് ചെയ്തിട്ട് പോലല്ലോ. എത്ര മിസ് കോൾ നിന്റെ ഫോണില്? നിനക്കൊന്ന് തിരിച്ചു വിളിച്ചാനാ? എന്റെ പൊന്നു മോനെ ഉറങ്ങിപ്പോയതാണ്. നല്ല തലവേദന ഉണ്ടായിരുന്നു. അല്ലാത്ത ചാറ്റാണിരുന്നൊന്നും അല്ല. നിനക്കിപ്പോ വിളിക്കാനും പറയാനും ഒക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ നൈസായിട്ടൊക്കെ തേക്കാനുള്ള പരിപാടിയായിരിക്കും. അരുൺ, നീ രാവിലെ എന്നെ വിളിച്ച് ഓരോന്നും പറയണ്ട. ഒന്നാമതേ എനിക്ക് പീരിയഡ്സ് ആണ്. തലവേദനയും വയറുവേദനയും ഒക്കെ ഉണ്ട്. നീ രാവിലെ തന്നെ വിളിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. പീരിയഡ്സോ? നിനക്ക് കഴിഞ്ഞ മാസം ഈ ഡേറ്റിലൊന്നും അല്ലായിരുന്നല്ലോ. ഓ, ഞാൻ കാണാൻ വരുമെന്ന് പറഞ്ഞോണ്ട് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയതായിരിക്കും അല്ലേ? ഡേറ്റ് മാറി മറിഞ്ഞു വരും. അത് നിനക്ക് അറിയില്ലേ? ഞാൻ ഇന്ന് വന്നിട്ട് ഒരു കാര്യവും. എന്റെ മൂഡ് ആകെ മാറും. ഞാൻ പിന്നെ രാവിലെ മുതൽ റൂം എടുത്ത് ഇവിടെ കുത്തിയിരിക്കുന്ന എന്തിനാ? പറഞ്ഞതല്ല ഞാൻ. എന്തേലും ആവട്ടെ, ഞാൻ വരാം. ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യും. 9 മണിക്ക് മുമ്പ് ഇവിടെ എത്തണം. ആ ശരി. അമ്മേ, എന്താ മോളെ? ഇവിടെ ഇരുന്ന് എന്റെ പാഡ് എടുത്തോ? അവിടെ ഉണ്ടായിരുന്നത് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ഒരെണ്ണം വാങ്ങിച്ചു വെച്ചൂടെ? ഈ രാവിലെ ഞാൻ എവിടെ പോയി വാങ്ങാനാ?
എന്താ? ഞാൻ പറഞ്ഞല്ല അരുൺ, ഇന്ന് എനിക്കൊരു മൂഡില്ല. നമുക്ക് പിന്നൊരു ദിവസം വരാം. അപ്പൊ എന്റെ സംശയങ്ങളൊക്കെ ശരിയാ. നിനക്കിപ്പോ എന്നെ വേണ്ടല്ലോ, എല്ലാത്തിനും വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. നിനക്ക് അറിയാവുന്നല്ലേ അരുൺ എന്റെ ഈ ദിവസങ്ങളിലെ അവസ്ഥയൊക്കെ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വേണ്ട, എനിക്കറിയാം നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇതെന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി തന്നെ. ഉള്ള കള്ളും കഞ്ചാവും കയറ്റിട്ട് എന്നെ വെറുതെ ഓരോന്ന് പറയരുത്. എനിക്ക് നീ കഴിഞ്ഞിട്ടുള്ളൂ എന്തും. നീ പോടിപ്പൂല്ലേ, ഞാൻ എനിക്ക് സൗകര്യമുള്ളവരെ ജീവിക്കും. നീ പോ നിന്റെ മറ്റവന്റെ കൂടെ. പോടാ. ഗൂഗിൾ പേ വരെ മെസ്സേജ് അയച്ചു. നീ ഇതുവരെ നോക്കിയിട്ട് പോലുമില്ലല്ലോ. ഉണ്ടോ? ഇപ്പൊ ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടാ നിനക്ക് ഭയങ്കര പ്രശ്നമാണ്. നീ നിന്റെ മറ്റവന്റെ ഒക്കെ കൂടെ കിടന്ന് നിനക്ക് സുഖം പിടിച്ചു പോയി. നിനക്കിപ്പോ എന്റെ വേണ്ട അല്ലേ? അല്ലേ? സാർ 505. ആ കൊള്ളാലോടാ, ഇവിടെ ഇല്ലാത്തൊന്നും ഇല്ലല്ലോ. എന്താടാ മോനോടെ പരിപാടി? ഇല്ല സാറേ, ഒന്നുമില്ല. നിന്റെ കലാപരിപാടിയൊക്കെ ഇവിടെ നടക്കട്ടെ, അതൊക്കെ ഇപ്പൊ ലീഗലാണ്. പക്ഷെ ഈ പബ്ലിക്കായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഇവിടെ നടക്കില്ല. അല്ലേ? നടക്ക്. സാറേ, എന്നെ ഒന്നും വിടാൻ പറയാമോ? ചെന്നിട്ട് പണിക്ക് കൊണ്ടാണ് സാറേ. ലൈസൻസ് ഉള്ള ഒരാളെയും കൊണ്ട് വണ്ടി കൊണ്ടുപോകണം പറഞ്ഞാലേ എന്നോട്. അവന്റെ ഒരു മുടിയും താടിയും, ലൈസൻസും ഇല്ല, ഒരു കുന്തവും ഇല്ല. മാഡം, അറിയാതെ പറ്റിപ്പോയതാ. ഒന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരുമോ? വീട്ടുകാരറിഞ്ഞാ പ്രശ്നമാവും. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. മാഡം, ബാത്റൂം എവിടെയാ? ദാ അവിടെ.
മാഡം, എനിക്ക് പീരിയഡ്സ് ആണ്. ഒരു പാഡ് വാങ്ങിച്ചു തരുമോ? എന്താ അവള് പറയണേ? അവൾക്ക് പീരിയഡ്സ് ആണത്രേ, പാഡ് വേണമെന്ന്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോടി നീ അവനായിട്ട് കുത്തി മറിയാൻ പോയത്? ചുമ്മാ നമ്പറാക്കാതെ അവിടെ പോയിരിക്കും. ഇവിടെ മനുഷ്യന് അരി മേടിക്കാൻ പൈസയില്ല, എന്നിട്ടാ അവൾ ആറ്റി വെക്കുന്ന പഞ്ഞി മേടിക്കാൻ. സാറേ, എൻ്റെ ഫോൺ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ആരോടെങ്കിലും വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പറൊക്കെ ഫോണിലാണ്. ഒന്ന് അവിടെ വരെ പോകാനായിട്ട്. നിന്നോടല്ല അവിടെ അടങ്ങി നിൽക്കാൻ പറഞ്ഞ് എസ് ഐ പറ്റടാ. സാറേ, ഞാൻ ആ ഫോണൊന്ന് എടുത്തോട്ടെ. വണ്ടി മിറ്റി തന്നെ ഇരിക്കണേ. ഒരു കാര്യം, സാറും കൂടെ എൻ്റെ കൂടെ വാന്നാ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിക്കടവിടെ. ദേ വന്നു സാറേ. നടക്കടാ. ഒന്ന് വിട് സാറേ, ഞാനൊന്ന് കൊടുത്തോട്ടെ. ഇതാ മോളെ.